ഒരുപാട് സന്തോഷം. ഒരു ബേബി വരാൻ പോവല്ലേ, ഭയങ്കര സന്തോഷമല്ലേ ഞങ്ങൾക്ക്. ഞങ്ങളുടെ ഫാമിലിയിലേക്ക് പുതിയൊരു കുഞ്ഞാൾ കൂടെ വരാൻ പോകുന്നതിന്റെ എക്സൈറ്റ്മെന്റ് ഉണ്ട്, ഒപ്പം പ്രാർത്ഥനയുണ്ട്. എല്ലാവിധ ആശംസകളും രണ്ടുപേർക്കും, ഞങ്ങളുടെ അബിക്ക് ശ്രീക്കും. എന്ത് കല്യാണം? ഞാൻ ആരുടെയും പുറകെയല്ല, എന്റെ ഭാവിന്റെ പുറകെ സ്ട്രഗിളിങ്ങിലാണ്, അത്രേ ഉള്ളൂ, അല്ലാണ്ട് വേറൊന്നുമില്ല. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ RJ ബിൻസി വീണ്ടും ഒരു പട്ടിഷോയുമായിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ എവിടെ എത്തിയിരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഈ കഴിഞ്ഞ ബിഗ് ബോസിലുണ്ടായിരുന്ന അഭിലാഷിൻ്റെ ഭാര്യയുടെ വളകാപ്പായിരുന്നു അഭിശ്രീ. അപ്പം അതിനു വേണ്ടിയിട്ട് ബിഗ് ബോസ് താരങ്ങളെല്ലാം ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ താരവും എത്തി, അതായത് RJ ബിൻസി. ഓള് എവിടെ വന്നാലും പട്ടിഷോ മെയിൻ ആണല്ലോ. ഇതിനു മുന്നേ ബിഗ് ബോസ് താരത്തിൻ്റെ തന്നെ മാരേജിന്, അതായത് അക്ബറിൻ്റെ മാരേജ് ഫംഗ്ഷൻ എത്തിയപ്പോഴും എന്തൊരു പട്ടിഷോ ആയിരുന്നു. ഭയങ്കര മോഡലിംഗ് ആയിട്ട് ഡ്രസ്സൊക്കെ ചെയ്തു വന്നു, നല്ല രീതിയിൽ എയറിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ദേ ഈ ഒരു വളകാപ്പ് ചടങ്ങിന് എത്തിയപ്പോഴും ആള് ഭയങ്കര മാസ് ഡയലോഗും കാര്യങ്ങളൊക്കെയാണ്. രണ്ടുപേരും ചടങ്ങ് കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ആദ്യം ഇവനെ എടുത്തോണ്ട് പത്തനംതിട്ട ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോയിട്ട് പോകും. എനിക്ക് ഒരുപാട് സങ്കടം തോന്നി. ഞാൻ കരഞ്ഞു, ഇതിന്റെ പുറകിൽ പോയി പുല്ലുപോലെ ഞാൻ കരഞ്ഞിട്ട് എടുത്തോണ്ട് പോയി. പക്ഷെ എല്ലാരും ഇവനെ ഒരു ഇതായിട്ട് തളഞ്ഞു കളഞ്ഞു, ഞാൻ ഉൾപ്പെടെ. ഇവൻ പഠിക്കുന്നുമില്ല, വിദ്യാഭ്യാസം. എത്ര പ്രപ്പോസൽ വരും? അങ്ങനെ പ്രപ്പോസൽസ് പിന്നെ അങ്ങനെ സ്ഥിരമായിട്ട് എനിക്ക് പ്രപ്പോസൽസ് ഒന്നും വരാറൊന്നുമില്ല. ചിലപ്പോ നമ്മുടെ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം ആരും അങ്ങനെ വരാറില്ല. ഇൻസ്റ്റയിൽ കുറെ പേര് മെസ്സേജ് അയക്കാറുണ്ട് കല്യാണം കഴിക്കണം. ഇപ്പൊ അമ്മയുടെ ഇൻസ്റ്റയിൽ മെസ്സേജ് വന്നു, എനിക്ക് മോളെ കെട്ടിച്ചു തരാമോ എന്ന് ചോദിച്ചിട്ട് ഒരു ബ്രോ ദുബായിന്നുണ്ടോ. അപ്പൊ അമ്മ പറഞ്ഞു മോനെ ശരിക്കും അവളെ നിനക്ക് അറിയാത്തോണ്ടാണ് നീ പ്രപ്പോസൽ ആയിട്ട് വന്നേന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ, എല്ലാം ഫണ്ണായിട്ട് എടുക്കത്തുള്ളൂ, സിമ്പിൾ. ഞങ്ങള് പോയിക്കോട്ടെ. കാരണം എന്റെ വീട്ടുകാർ എനിക്ക് ഒരുപാട് പേര് അറിയാം, അവരെയൊക്കെ ഫോഴ്സ് ചെയ്യല കല്യാണത്തിന്. ഇവർ ഇതുവരെ എന്റെ അടുത്ത് കെട്ടാൻ പറഞ്ഞിട്ടില്ല, പറയുന്നില്ല. കല്യാണം കഴിക്കണം, ഒരു കുഞ്ഞിക്കാലി കാണണം. അല്ല, അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, എല്ലാത്തിനും അതിന്റേതായിട്ടുള്ള ഒരു സമയമുണ്ട്. അത് അയാൾക്ക് വിട്ടു. പിന്നെ ഇവർക്ക് കുഞ്ഞിക്കാലി കാണുന്നില്ലെങ്കിൽ ഇവര് ട്രൈ ചെയ്യട്ടെ. എന്റെ അപ്പൻ 18-ാമത്തെ വയസ്സിൽ കെട്ടിയതാ, എന്റെ അപ്പൻ 20-ാമത്തെ വയസ്സിലും അമ്മ 18-ാമത്തെ വയസ്സിലും. അപ്പൊ ഇവര് ഭയങ്കര നേരത്തെ കല്യാണം കഴിച്ചു വരാം, അതുകൊണ്ടാണ് ഞങ്ങള് താമസിപ്പിക്കുന്നത്. അല്ലേ? അല്ല, ബിൻസി എന്തെങ്കിലും ചീത്ത പറഞ്ഞാലോചിട്ടാണ് ബിൻസിയുടെ അടുത്ത് കല്യാണ കാര്യം പറയാത്തത്? അതല്ല, ബിൻസിക്ക് ഞങ്ങളെല്ലാ, ബിൻസിനെ മാത്രമല്ല, മരിയ നിങ്ങൾക്ക് അറിയാലോ, രണ്ടുപേര് 2 മക്കളാ. അവരുടെ എല്ലാ കാര്യത്തിലും അവർക്ക് അവരുടേതായിട്ടുള്ള ഫ്രീഡം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിലും ഞങ്ങൾ സപ്പോർട്ടുമാണ്. നമ്മളൊന്നിനും നിർബന്ധിക്കത്തില്ല. അതെല്ലാ പഠനത്തിനായാലും വിവാഹത്തിനായാലും അവര് തെരഞ്ഞെടുക്കുന്ന പ്രൊഫഷണൽ ആയാലും ഒന്നും ഞങ്ങള് നിർബന്ധിക്കത്തില്ല. പെൺകുട്ടികൾക്ക് ഫ്രീഡം കൊടുക്കുന്ന മോഡേൺ ഫാമിലിയാണ് ഞങ്ങളത്. അല്ല, അതിലും നമ്മള് അതിന്റെ അകത്ത് നമ്മള് സന്തോഷമായിരിക്കും. അതാണ് എന്താണെങ്കിലും അയാൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അതിനെ ഞങ്ങൾ എതിര് നിൽക്കും. ഒന്നുമില്ല. അയാള് തെരഞ്ഞെടുക്കുന്ന ആളെ ഞങ്ങളത് അംഗീകരിക്കും. അല്ല, ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മള് ആഹാ, നല്ല അച്ഛനും അമ്മയും കേട്ടോ. മക്കൾക്ക് നല്ല ഫ്രീഡം കൊടുത്തിരിക്കുവാണ്. അവരൊന്നിനും നിർബന്ധിക്കാറില്ല, അവരുടെ ഫ്രീഡത്തിന് അങ്ങ് വിട്ടേക്കുവാണെന്നാണ് പറയുന്നത്. എന്തായാലും കൊള്ളാം. അതായിരിക്കും അല്ലേ മകള് ഈ ഒരു രീതിയിലൊക്കെ നടക്കുന്ന. എന്തായാലും കൊള്ളാം, അച്ഛനും അമ്മയും നല്ല പ്രോത്സാഹനമല്ലേ. അപ്പൊ പിന്നെ ബിൻസി കുറച്ച് പട്ടിഷോ കാണിച്ചില്ലെങ്കിൽ അതിശയമുള്ളൂ. അപ്പനായ എങ്ങനെ വേണം? അതാണ് പെൺകുട്ടികൾക്ക് ഫ്രീഡം കൊടുക്കുന്ന മോഡേൺ ഫാമിലിയാണ് ഞങ്ങളത്. ബിൻസിക്ക് ഞങ്ങളെല്ലാ, ബിൻസിനെ മാത്രമല്ല, മരിയ നിങ്ങൾക്ക് അറിയാലോ, 2 പേര് 2 മക്കളാ. അവരുടെ എല്ലാ കാര്യത്തിലും അവർക്ക് അവരുടേതായിട്ടുള്ള ഫ്രീഡം ഞങ്ങൾ കൊടുക്കും. എല്ലാത്തിലും ഞങ്ങൾ സപ്പോർട്ടുമാണ്. നമ്മളൊന്നിനും നിർബന്ധിക്കത്തില്ല. അതെല്ലാ പഠനത്തിനായാലും വിവാഹത്തിനായാലും അവര് തെരഞ്ഞെടുക്കുന്ന പ്രൊഫഷണൽ ആയാലും ഒന്നും ഞങ്ങള് നിർബന്ധിക്കത്തില്ല. അതാണ് പെൺകുട്ടികൾക്ക് ഫ്രീഡം കൊടുക്കുന്ന മോഡേൺ ഫാമിലിയാണ് ഞങ്ങളത്. അല്ലേ? ഓക്കെ.
അല്ല അതിലും നമ്മള് അതിന്റെ അകത്ത് നമ്മുടെ സന്തോഷമായിരിക്കും. അതാണ് ഇന്നത്തെ അറിയാമല്ലോ. എന്താണെങ്കിലും അയാൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അതിനെ ഞങ്ങൾ എതിര് നിൽക്കുന്നു. അതിന് ജാതി മതം ജോലി ഒന്നും പ്രശ്നമില്ല. ഒന്നുമില്ല. അയാളെ തെരഞ്ഞെടുക്കുന്ന ആളെ ഞങ്ങളത് അംഗീകരിക്കും. അപ്പനായ എങ്ങനെ വേണം? ഇന്ദിരമ്മ. ഓക്കെ, ഇന്ദിരമ്മ, ലൂസിയമ്മ, ശ്യാമളമ്മ, ഹലോ, ഇത് എത്ര നാളായി കണ്ടിട്ട്. ഇല്ല, എടുക്കത്തില്ല. എനിക്ക് അല്ല, കൊറേ നാളായില്ലേ കണ്ടിട്ട്. കൊച്ചുടാ കണ്ടല്ലോ, ഇതൊക്കെയാണ് നമ്മുടെ ബിൻസിയുടെ മെയിൻ പരിപാടി. അതായത് എവിടെ എന്ത് ഫംഗ്ഷനോ അല്ല എന്തിനെത്തിയാലും ആളൊന്ന് എന്താ പറയുക, കുറച്ച് ഷോ കാണിച്ചേ നിൽക്കത്തുള്ളൂ. കാരണം മീഡിയ അറ്റൻഷൻ കിട്ടണമല്ലോ. ഓൾറെഡി ഇവർ ബിഗ് ബോസ് താരങ്ങളായതുകൊണ്ട് തന്നെ ഇവരൊക്കെ എവിടെയെങ്കിലും വന്നാൽ മീഡിയക്കാർ പുറകെ തന്നെ ഉണ്ടാവും. ഇപ്പോൾ ബിൻസിയുടെ ആ ഒരു ഭയങ്കര ലുക്കിൽ ഡ്രസ്സിങ് ഒക്കെ കണ്ടല്ലോ, അതുകൊണ്ടാണെന്ന് തോന്നുന്നു മീഡിയക്കാർ ബിൻസിയുടെ പുറകെ തന്നെയാണ്. അതായത് ബിൻസി എങ്ങോട്ട് തിരിഞ്ഞാലും മീഡിയക്കാർ അവിടെയൊക്കെ ഉണ്ട്. അതെന്തായിരിക്കും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമല്ലോ, ബിൻസിയുടെ ആ ഒരു ലുക്ക് തന്നെയാണ്. അപ്പോൾ മീഡിയക്കാർക്ക് അതാണല്ലോ വേണ്ടത്. അവർക്ക് റീച്ച് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ബിൻസിയോ അല്ലെങ്കിൽ ഇതുപോലുള്ള താരങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും അതിൻ്റെ വീഡിയോസൊക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടാലല്ലേ ഈ മീഡിയക്കാർക്ക് റീച്ച് കിട്ടുള്ളൂ. അപ്പോൾ ഓൾറെഡി ഈ പറയുന്ന ബിൻസിക്കൊക്കെ അറിയാം ഈ ഒരു ഫംഗ്ഷൻ എത്തുമ്പോൾ അവിടെ മീഡിയക്കാരുണ്ടാവും. അവിടെ കുറച്ചൊക്കെ ഒന്ന് പട്ടിഷയൊക്കെ കാണിച്ചാലല്ലേ സോഷ്യൽ മീഡിയയിൽ കുറച്ചുകൂടെ റീച്ച് കിട്ടത്തുള്ളൂ. അത് നന്നായിട്ട് അറിയാം. മീഡിയ അറ്റൻഷൻ വേണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഇമാതിരി പട്ടിഷയൊക്കെ കാണിക്കുന്നത്. എന്തായാലും ബിൻസിയുടെ കുടുംബം ഫുള്ള് സപ്പോർട്ടാണ്. അവരേത് രീതിയിലും നടന്നാൽ അവർക്ക് ഫുൾ ഫ്രീഡം അച്ഛനും അമ്മയും കൊടുത്തിരിക്കുകയാണ്. അപ്പം പിന്നെ എന്ത് കാണിച്ചാലും അച്ഛനും അമ്മയ്ക്കും യാതൊരു പ്രശ്നമില്ല. പക്ഷേ കാണുന്ന ജനങ്ങൾ അങ്ങനെയല്ലല്ലോ. അക്ബറിൻ്റെ വിവാഹ ഫംഗ്ഷൻ ആണെങ്കിലും ഈ പറയുന്ന ബിൻസി എത്തിയ ആ ഒരു കോസ്റ്റ്യൂം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത് ഭയങ്കര ബോറായിരുന്നു. പക്ഷേ ഇത് വലിയ കുഴപ്പമില്ല. എന്നാലും എന്താ പറയുക, ഇങ്ങനെയൊക്കെയുള്ള ഫംഗ്ഷൻ എത്തുമ്പോൾ ഇങ്ങനെയൊക്കെ വന്നാലല്ലേ മീഡിയ അറ്റൻഷൻ കിട്ടത്തുള്ളൂ, റീച്ച് കിട്ടത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടാണ് പാവം RJ ബിൻസി.